നമസ്കാരം. ഇന്ന് ചിദംബരാഷ്ടകം ചൊല്ലാം. ചിത്ത് അമ്പരമാകുന്ന സ്ഥലം, അതായത് മനസ്സ് ആകാശം പോലെ തെളിയുന്ന ഒരു ക്ഷേത്രമാണ്. അവിടെ പോയാൽ ആകാശം പോലെയാണ് ഭഗവാന്റെ പ്രതീകം. അതായത് ഭഗവാൻ അവിടെ രൂപമോ ഭാവമോ ഒന്നുമില്ല, പക്ഷെ അവിടെ എല്ലാവിടെയും ഭഗവാൻ നിറഞ്ഞിരിക്കുന്നു. അതാണ് വിശ്വാസം. ചിദംബരാഷ്ടകം ചൊല്ലാം. ബ്രഹ്മമുഖാമരവന്ദിതലിംഗം ജന്മജരാമരണാന്തകലിംഗം കർമ്മനിവാരണകൗശലലിംഗം തന്മൃദുപാദു ചിദംബരലിംഗം കൽപ്പകമൂലപ്രതിഷ്ഠിതലിംഗം ദർപ്പകനാശയുധിഷ്ഠിരലിംഗം കുപ്രകൃതിപ്രകരാന്തകലിംഗം തന്മൃദുപാദു ചിദംബരലിംഗം സ്കന്ദഗണേശ്വരകൽപ്പിതലിംഗം കിന്നരചാരണഗായകലിംഗം പന്നഗഭൂഷണപാവനലിംഗം തന്മൃദുപാദു ചിദംബരലിംഗം സാംബ സദാശിവശങ്കരലിംഗം കാമ്യവരപ്രദകോമളലിംഗം സാമ്യവിഹീനസുമാനസലിംഗം തന്മൃദുപാദു ചിദംബരലിംഗം കലിമലകാനനപാവകലിംഗം സലിലതരംഗവിഭൂഷണലിംഗം ഫലിതപതംഗപ്രദീപകലിംഗം തന്മൃദുപാദു ചിദംബരലിംഗം അഷ്ടതനുപ്രതിഭാസുരലിംഗം വിഷ്ടപനാദവിഗസ്വരലിംഗം ശിഷ്ടജനാവനശീലിതലിംഗം തന്മൃദുപാദു ചിദംബരലിംഗം അന്തകമർദ്ദനബന്ധുരലിംഗം കൃന്ദിതകാമകളേബരലിംഗം ജന്തുഹൃദിസ്ഥിതജീവകലിംഗം തന്മൃദുപാദു ചിദംബരലിംഗം പുഷ്ടധിയസ്സു ചിദംബരലിംഗം ദൃഷ്ടമിദം മനസാനുപടന്തി അഷ്ടഗമേതദവാങ്മനസീയം അഷ്ടതനും പ്രതിയാന്തി നരാസ്തേ. എല്ലാവരും ചിദംബരാഷ്ടകം കേട്ടു പഠിക്കുക. എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും.